ഇത് തന്നെയാണ് ശാലിനിയുടെ വീട്. നമുക്കിവിടെ ചോദിച്ചു നോക്കാമെന്ന്. നോക്ക്, എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നിനക്കിതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വന്നൂടെ? നിനക്ക് പിന്നെ വേറെന്താ പണിയുള്ളത്? ഞാൻ ആരാടി, നിന്റെ പണിക്കാരിയോ? നിനക്ക് വേണമെങ്കിൽ അന്വേഷിക്കാറുന്നല്ലോ. നമ്മൾ രണ്ടുപേരും ഒരേ ലെവലിലുള്ള സ്റ്റാഫാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് തന്നെയാണ് ശാലിനിയുടെ വീട്. ഞാനിപ്പോൾ ബെല്ലടിക്കാൻ പോവുക. അവരിപ്പോൾ ഇറങ്ങി വന്നോളും. വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ കാണും. എന്നെ ഒന്ന് നന്നാവാനും സമ്മതിക്കില്ലേ? ഞാൻ മര്യാദയ്ക്ക് പണിയെടുക്കുന്നതായിരുന്നു. അപ്പോൾ അതേ ബെല്ല് ഓടിക്കുന്നു. ദേ ഞാൻ വരുന്നുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ആരാ? കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. മാഡം, ഞങ്ങൾ വാർത്താ TV മലയാളത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ നേരത്തെ വിളിച്ചായിരുന്നു. മാഡത്തിന് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നതാ. ശാലിനി മാം, ഇതൊരു ലൈവ് ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് മാഡം വേഗം ആൻസർ പറയണം, കേട്ടല്ലോ. എല്ലാ മാന്യപ്രേക്ഷകർക്കും വാർത്താ TV മലയാളത്തിന്റെ ലൈവ് ഇന്റർവ്യൂ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശാലിനി മാമാണ്. തന്നെ ആക്രമിക്കാൻ വന്ന 3 പുരുഷന്മാരെ ഒറ്റയ്ക്ക് ധീരമായി നേരിട്ട ശാലിനി മാമിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സുസ്മിതയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. ആ ഒരു കാലത്താണ് ശാലിനി മാമിനെ പോലുള്ള എങ്ങനെ ഇത്തരം സന്ദർഭങ്ങളെ ധൈര്യപൂർവ്വം നേരിടാമെന്ന് പഠിപ്പിച്ചു തരുന്നതും. സുസ്മിതയോടും ശ്വേതയോടും അതോടൊപ്പം തന്നെ പ്രേക്ഷകരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പട്ടാപ്പകൽ പൊതുനിരത്തിൽ എനിക്ക് 3 പുരുഷന്മാരിൽ നിന്ന് കഠിനമായ ശാരീരികവും മാനസികവുമായ പീഡനം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ തയ്യാറാകണം. വാവ്, ശാലിനി മാം, നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കുറേയധികം വായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ കരുതും പോലെ വളരെയധികം പഠിപ്പൊന്നുമില്ല എനിക്ക്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. എൻ്റെ അനിയൻ സജീവനെ നോക്കാൻ വേണ്ടി ഞാൻ പഠിത്തം ഉപേക്ഷിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. അങ്ങനെ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും കാര്യങ്ങൾ ഗ്രഹിച്ചറിയാനും മനസ്സിലാക്കുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശാലിനി മാം, നിങ്ങൾ വളരെയധികം നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നത്. ഒരു സാധാരണക്കാരന് ഇത്രയധികം സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സാധാരണക്കാരെ ജനങ്ങൾക്ക് എന്താ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയില്ലേ? നീ എന്താ അങ്ങനെയാണോ അവരെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ശ്വേത, ഇതൊരു ലൈവ് ഷോ ആണ്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. ശാലിനി മാമിന് പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആരെങ്കിലും നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വയം സുരക്ഷിതരാകാൻ നോക്കുക. അമ്പടി കേമി, അവളുടെ ഒരു അടവ് കണ്ടില്ലേ? സജീവനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തിരിച്ചു കയറാനുള്ള അവളുടെ ട്രിക്കായതൊക്കെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഇവിടെ തിരിച്ചു കയറ്റാൻ പോകുന്നില്ലടി. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ഇവിടെ കയറ്റില്ലടി. സജീവന്റെ അർപ്പിതിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. വേറൊരുത്തിയും വന്നിട്ട് ഇവിടെ വലിയ ആള് കളിക്കണ്ട. ശാലിനി ചേച്ചി, നിങ്ങൾ വളരെ നല്ലപോലെ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നേ? ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ TV-യിലൂടെയും പത്രത്തിലൂടെയും ബുക്കൊക്കെ വായിച്ച് ഞാൻ നേടിയെടുത്തതാ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നേ, അല്ലാതെ വലിയ അറിവുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ശ്വേത, നമുക്ക് പോവണ്ടേ? ശാലിനി ചേച്ചി, ഞങ്ങൾ പോവാട്ടോ. ശാലിനി ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് ഇത് പിന്നെയും കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കോപ്പി ചേച്ചിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. ചേച്ചി, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ളിൽ ഓഫീസിലെത്തണം. ശാലിനി ചേച്ചി, ബായ്. എന്റെ ഇന്റർവ്യൂ കുറെ പേര് കണ്ടിട്ടുണ്ടാവുമല്ലേ? ഞാനിനി ഫേമസ് ആവുമായിരിക്കും. ഇനി കുറച്ച് ജാടയൊക്കെ ആവാം. കുറച്ച് ഫേമസ് ആയില്ലേ ഞാൻ? സ്റ്റാൻഡപ്പ്. ഇന്ന് രാവിലെ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് എന്താ വരാതിരുന്നേ? ഇപ്പം അവരെ വിളിക്കാനാ. നിനക്ക് നിന്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വന്നാൽ പോരായിരുന്നു. എടാ, നിന്നെ ടീച്ചർ നോക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോ. നീ എന്താ നിന്റെ അച്ഛനും അമ്മയും വരാതിരുന്നേ? നീ പഠിക്കാത്തതുകൊണ്ടല്ലേ നിന്റെ അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞേ? പിന്നെന്താ അവർ വരാതിരുന്നേ? നിന്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അവർക്ക്. അത് പിന്നെ ടീച്ചറെ, അവർക്ക് 2 പേർക്കും നല്ല തിരക്കായിരുന്നു. വേറൊരു ദിവസം ഞാൻ അവരെ കൊണ്ടുവരാം. ടീച്ചർ സോറി. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പേരൻസ് ആണോ നിന്റെ? അവരെ ഞാൻ വിളിക്കാം. അവർക്ക് വരാൻ പറ്റുമെന്ന് ഞാനൊന്ന് അറിയട്ടെ. നടക്ക് സ്റ്റാഫ് റൂമിലേക്ക്. ഇനി അവർ വന്നിട്ട് നീ ക്ലാസ്സിൽ കയറിയാൽ മതി. ഹലോ, ഇത് അർപ്പിതിന്റെ വീടല്ലേ? ഞാൻ അർപ്പിതിന്റെ ക്ലാസ് ടീച്ചറെ വിളിക്കുന്നത്. നിങ്ങൾ പെട്ടെന്നൊന്ന് സ്കൂളിലേക്ക് വരാവോ? അർപ്പിതിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വേഗം വരൂ. ടീച്ചറെ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ വരാവേ. എൻ്റെ ഈശ്വര, ആ ചെറുക്കൻ എന്ത് കുരുത്തക്കേടാണ് ഒപ്പിച്ചു വെച്ചത്. ഇനി ടീച്ചറിന്റെ വായിന്നുള്ളതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. സജീവനാണെങ്കിൽ ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. അവനിങ്ങനെ കൊഞ്ചിച്ച് വെച്ചേക്കുന്നതല്ലേ.